ഫ്രണ്ട്സ്. അതാ ഇത്തും അങ്ങനെയല്ലല്ലോ പറയല്. ഇത്തും എങ്ങനെ പറയല്? ഹലോ ഗൈസ് എന്നല്ലേ പറയല്? ഹലോ ഗൈസ് പറയും. ഹലോ ഫ്രണ്ട്സ്. നമ്മൾ എങ്ങടാ പോകുന്നെന്ന്? ബാംഗ്ലൂർ റോഡിലോ? MG റോഡല്ലേ പോകുന്നത്? എന്താ MG റോഡ് എന്താ പരിപാടി? ഷോപ്പിങ്ങിന് പോവാ? ആണോ? നമ്മൾ എങ്ങനെയാ പോകുന്നത്? കാറിലാണോ പോകുന്നത്? അല്ല, നമ്മള് മെട്രോയിലാണ് പോകുന്നത്. കാറ് മെട്രോന്റെ താഴെ പാർക്ക് ചെയ്തിട്ട് നമ്മള് മെട്രോയിലാ പോകുന്നത്. ഓക്കെ, അപ്പോ നമുക്ക് MG റോഡ് പോയിട്ട് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ് പോയി ഒന്ന് കറങ്ങി വരാന്നുള്ള പ്ലാനാണ്. ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളെ കാഴ്ചകൾ നിങ്ങളെയും കൂടെ കാണിച്ചു തരാം. ഇനി കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ് എന്തിനാണ് ഞങ്ങൾ പോകുന്നതെന്ന് പറയാം. അവിടെയുള്ള ഒരു ഷോപ്പിൽ നിന്ന് നല്ല അത്തർ വാങ്ങിയിട്ടുണ്ടായിരുന്നു എൻ്റെ കസിൻസ് ഷോപ്പിങ്ങിന് പോയ സമയത്ത്. അപ്പോൾ അവിടെ പോയി കുറച്ച് അത്തർ വാങ്ങിക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ അതിന് വേണ്ടിയുള്ളൊരു പോക്കാണ് കേട്ടോ ഇത്. നല്ല കാറ്റാണ് ഇവിടെ. ഞങ്ങളിതാ, നല്ല തണുപ്പുണ്ടോ? ഞങ്ങളിതാ ഇവിടെ മെട്രോ സ്റ്റേഷനിലേക്ക് കയറാൻ പോകുന്നത്. ടിക്കറ്റ് എടുക്കാൻ നിൽക്കുകയാണ് ഇവിടുന്ന്. ടിക്കറ്റ് എടുത്ത് ഇവിടെ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ മെട്രോ കയറാൻ വേണ്ടി പോവുകയാണ്. ഞങ്ങളിത് അവിടെ മെട്രോ ട്രെയിനിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. ഞങ്ങളെ വണ്ടി വരാൻ ഇനിയൊരു 3 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യണം. ഓപ്പോസിറ്റ് സൈഡിലാണ് ഇപ്പോൾ വണ്ടി വന്നിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളിതാ മെട്രോയിൽ കയറാൻ പോവുകയാണ്. ഞങ്ങൾ കയറിക്കഴിഞ്ഞ് ഒരു 2 സ്റ്റേഷൻ കഴിഞ്ഞപ്പോഴേക്കും നല്ല തിരക്കായി. പിന്നെ ഞങ്ങൾക്ക് ഇനി മാറി കയറി വേണം പോവാൻ. ഞങ്ങളൊരു സ്റ്റേഷനിൽ ഇറങ്ങി അടുത്ത സ്റ്റേഷനിലേക്ക് കയറാൻ വേണ്ടി നിൽക്കുകയാണ്. അങ്ങനെ MG റോഡ് എത്തിയിട്ട് താഴേക്ക് ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ ഇതാണ് MG റോഡിലുള്ള മെട്രോ സ്റ്റേഷൻ്റെ ഒരു എൻട്രൻസ്. അതിൻ്റെ ഉള്ളിൽ താഴെ ഫ്ലോറ് മൊത്തം ഷോപ്പിംഗാണ്. ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് അവർ നമ്മുടെ സ്ട്രീറ്റ് പോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് മെട്രോൻ്റെ താഴെ അത്രയും ഷോപ്പിങ്ങിന് വേണ്ടിയിട്ടുള്ള ഷോപ്പുകൾ. ഞങ്ങൾ ഒരു ഉച്ച നേരത്താണ് ഇവിടെ എത്തിയത്. അപ്പോൾ ഞങ്ങൾ ലഞ്ച് കഴിച്ചതിന് ശേഷമാണ് പിന്നെ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലേക്ക് പോയത്. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ചത് അവിടെ പാരീസ് പനിനി എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റിൽ നിന്നാണ്. ഇവിടെ നല്ല അടിപൊളി പനിനീസ് കിട്ടും, അതായത് സാൻഡ്വിച്ച് പോലുള്ള സാധനങ്ങൾ കിട്ടും. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഞങ്ങൾ ഒരു പ്രാവശ്യം ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഷോപ്പ് കണ്ടപ്പോൾ ഇവിടെ കയറി കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഞങ്ങൾ എന്തൊക്കെയാണ് കഴിച്ചത് എന്നുള്ളത്. ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തതാണേ, പാസ്ത. ഇതാണ് 2 സാൻഡ്വിച്ചുകളുള്ളത്, 2 ടൈപ്പ് സാൻഡ്വിച്ച്. ഇതിൻ്റെ പേര് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. ഇത് ലോഡഡ് ഫ്രൈസാണ്. അപ്പോൾ ഇത്രയും കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി ഞങ്ങളിതാ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലേക്ക് പോവുകയാണ്. അപ്പോൾ കുറച്ച് ദൂരം നടന്നിട്ട് MG റോഡ് മെയിൻ റോഡിലെത്തിയതിന് ശേഷം ഓട്ടോ എടുത്ത് പോകാനുള്ള പ്ലാനാണ്. ഇനി കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ് വന്നതിൻ്റെ കാരണം പറയാം. ഈ ഒരു ഷോപ്പ് കണ്ടില്ലേ, ഇവിടെ നല്ല അത്തർ കിട്ടും. അപ്പോൾ അത് വാങ്ങിക്കാനാണ് വന്നത്. ഇനി ഇത് എങ്ങനെ അറിഞ്ഞു എന്നാണെങ്കിൽ എൻ്റെ കസിൻസ് ഇവിടെ ബാംഗ്ലൂർ വന്ന സമയത്ത് അവരിതാ ഈ ഷോപ്പിൽ പോയിട്ട് അത്തർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് വാങ്ങി അവർ UK കൊണ്ടുപോയി അവിടെ യൂസ് ചെയ്തപ്പോൾ അതിൻ്റെ ലോങ് ലാസ്റ്റിംഗ് സ്മെല്ല് കാരണം അവർക്ക് ഇനിയും വേണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഷോപ്പിങ്ങിന് ഇറങ്ങിയതാണ്. അപ്പോൾ ദാ ഈ ഷോപ്പിലെ കാഴ്ചകളും അത്തറുകളും എല്ലാം കണ്ടോളൂ. അപ്പോൾ അവരവിടെ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ഈ ഷോപ്പൊന്ന് ചെറുതായിട്ട് വീഡിയോ എടുത്തു. അപ്പോൾ UK അത്തർ വാങ്ങിയ കൂട്ടത്തിൽ ഇതാ എൻ്റെ കെട്ടിയവൻ കുറച്ച് അത്തറുകൾ അവർക്ക് വേണ്ടി വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സ്മെല്ല് പറഞ്ഞ പോലെ നല്ല അടിപൊളിയാണ്. അതുപോലെ തന്നെ ലോങ് ലാസ്റ്റിംഗ് ആണ്. ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളിത് അവിടെ നിന്ന് കുറേ ട്രയൽ നോക്കിയിട്ടുണ്ടായിരുന്നു.
പിന്നീട് ഞങ്ങൾ ആ സ്ട്രീറ്റിലൂടെ നടക്കുമ്പോൾ ഞങ്ങളുടെ കൂടെ ആ ഫുൾ ടൈം ആ ഒരു സ്മെല്ലായിരുന്നു കേട്ടോ. എന്നിട്ട് ഞങ്ങൾ പരസ്പരം പറയുകയും ചെയ്തു ഇതിന് നല്ല മണമാണല്ലോ എന്നുള്ളത്. കാരണം നമുക്ക് തന്നെ അതിൻ്റെ ആ ഒരു സ്മെല്ല് പോകുന്ന വഴി മൊത്തം കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ വീട്ടിൽ വരുന്നവരെ ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു അത്തറിൻ്റെ സ്മെല്ല്. അപ്പോൾ അത്രയും നല്ല അടിപൊളി സ്മെല്ലാണുള്ളത്. അപ്പോൾ ഞങ്ങൾ വാങ്ങിച്ചതൊക്കെ ഇതാ കാണിക്കാം. നല്ല അടിപൊളി സ്മെല്ലുള്ള ഫ്ലവേഴ്സൊക്കെ ഒരുപാട് സെലക്ട് ചെയ്തെടുത്തു. അപ്പോൾ ഇതാ ഈ ഒരു ഷോപ്പിലെ കാഴ്ചകൾ കാണാം. നാഗചമ്പല്ല ಇದು ಹರ್ಟ್ ಚಕ್ರ ಸೇಮ್ ಇದೆ. ಸೇಮ್ ಇದು ನೋಡಿ നിന്റെ കൈയാണോ ഇത്? കണ്ടില്ലേ, സ്വന്തം കയ്യിൽ ഒക്കെ തേച്ച് കഴിഞ്ഞ് ഇനി തേക്കാൻ സ്ഥലമില്ലായിട്ട് ഇനി കൂടെ വന്ന ആളുകളുടെ കയ്യിലും കൂടെ തേച്ചിട്ടാണ് സ്മെല്ല് നോക്കുന്നത്. അപ്പോൾ കുട്ടികളെ മേത്തും ഒക്കെ തേച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരുടെ മേലും ഇപ്പോൾ നല്ല സ്മെല്ലാണ്, എല്ലാം മിക്സായ സ്മെല്ലാണ്. എന്തായാലും ഒന്നും നല്ല മോശമായിട്ടുള്ളതൊന്നുമില്ല, എല്ലാം നല്ല അടിപൊളി സ്മെല്ലുകളാണ്. അത് കാരണം നമുക്ക് കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങി. അവരുടെ വിസിറ്റിംഗ് കാർഡ് അവർ തന്നിട്ടുണ്ടായിരുന്നു. ഞാനത് അതിൻ്റെ കൂടെ അവരുടെ കാർഡ് ഞാൻ ചേർക്കാം. ഇതിൽ ഫോൺ നമ്പർ മുകളിലുണ്ട്, ഇതിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ വേണ്ടവർക്ക് അവർ കൊറിയർ ചെയ്ത് തരണം. അങ്ങനെ ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങി അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. അപ്പോൾ ഈ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമാണ് ഞങ്ങൾ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലേക്ക് വന്നത്. അപ്പോൾ അതെന്തായാലും നല്ലൊരു കാര്യത്തിന് വേണ്ടി തന്നെയാണെന്നാണ് തോന്നുന്നത്. കാരണം നല്ല അടിപൊളി അത്ര കിട്ടിയല്ലോ. അപ്പോൾ ഈ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ് തുടങ്ങുന്ന സ്ഥലത്ത് തന്നെ ഒരു അജ്മൽ പെർഫ്യൂംസും കൂടെ ഉണ്ട് കേട്ടോ. അതിൻ്റെ ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെയും കൂടെ കയറിയിട്ടാണ് ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങിയത്. അപ്പോൾ ഈ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലെ ചെറിയ ചെറിയ കാഴ്ചകൾ ഞാൻ പോകുന്ന വഴിക്ക് എനിക്ക് കിട്ടിയതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ റെൻറ്റിനൊക്കെ ഒരുപാട് ഡ്രസ്സുകളും സാധനങ്ങളൊക്കെ കിട്ടും. അപ്പോൾ കല്യാണത്തിൻ്റെ റിസപ്ഷനൊക്കെ നമുക്ക് ഡ്രസ്സുകളൊക്കെ ഇവിടെ നിന്ന് റെൻറ്റിന് എടുക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ സൗകര്യങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. നല്ല അടിപൊളി സാധനങ്ങളൊക്കെ കിട്ടും. ഇത് കണ്ടില്ലേ, നല്ല അടിപൊളി ഡ്രസ്സുകളൊക്കെ കണ്ടില്ലേ. ഇങ്ങനെ ഒരുപാട് കാഴ്ചകൾ കണ്ടു, പക്ഷേ എല്ലാം ഒന്നും ക്യാമറയിൽ എടുക്കാൻ പറ്റിയില്ല. ഇതൊക്കെയാണ് അപ്പോൾ ഞങ്ങളെ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ് വിശേഷങ്ങൾ. ഇനി എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എന്തായിപ്പോ അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ ഈവനിങ് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. മെട്രോ ഇറങ്ങി, ഇനി അവിടെ പോയി കാർ എടുക്കണം. ഹിത്തു ഉറങ്ങുകയാണ്.